Hello everyone, welcome back to Silent Learning. It's me Jamshad. സംഭവം ശരിയാണ്. ഇനി വരുന്ന USS എക്സാമിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദ്യം എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാൻ പോകുന്നത്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. 2021-ലും 2-ലും 3-ലും ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഉറപ്പായിട്ടും 2024 ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. 2025 ഇത്തവണത്തെ USS എക്സാമിൽ നമുക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. That's why we are doing like this kind of videos. So for more videos, don't forget to subscribe. ഇതുപോലത്തെ ധാരാളം വീഡിയോസ് വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് എടുക്കുകയാണ്. ദാ പിടിച്ചോ, 2022 ചോദിച്ച ക്വസ്റ്റ്യൻ. എന്താ മക്കളെ ചോദിച്ചത്? ദ ഗേൾ. ഇവിടെ ഹൂ ആണോ, വിച്ച് ആണോ, ദാറ്റ് ആണോ, ഹൂം ആണോ എന്നാണ് ചോദിച്ചത്. ഇതിന് ശേഷം വരുന്നത് എന്താണ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2023-ലും ചോദിച്ചിട്ടുണ്ട്. ഹി ഈസ് എ പേഴ്സൺ. വിച്ച് ആണോ, ഹൂ ആണോ, ദാറ്റ് ആണോ എന്ന് വാട്ടാണോ ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ 2024-ലും ചോദിച്ചു. ദിസ് is a place which whom were what I saw him yesterday. ഇത് എന്താണ് ഇതിന്റെ ആൻസർ എന്ന് ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന് പറയുന്ന പേരാണ് റിലേറ്റീവ് പ്രോനൗൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ 2023, 24, 22 ഇനി 25-ലും നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്. That's why JD conducting this kind of videos. ദാ പിടിച്ചോ, എന്താണ് മക്കളെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്? ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ടോ. ദ ബോയ് ഹു ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് ഈസ് മൈ ബ്രദർ. ആ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആ ഒരു പേഴ്സൺ ഉണ്ടല്ലോ, അദ്ദേഹം, ആ ഒരു ബോയ് ഉണ്ടല്ലോ, അതെന്റെ ബ്രദർ ആണെന്നാ പറഞ്ഞത്. ഇവിടെ ബോയെ പറ്റി പറയുന്ന സമയത്ത് അവിടെ ഹൂ യൂസ് ചെയ്യും. ഹൂ എപ്പോഴാ യൂസ് ചെയ്യുക? ഒരു പേഴ്സൺ ആണെങ്കിൽ, സബ്ജക്ട് ഒരു പേഴ്സൺ ആണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യും? ഹൂ യൂസ് ചെയ്യും. ഇവിടെ സബ്ജക്ട് പേഴ്സൺ ആണ്, അവിടെ വിച്ച് യൂസ് ചെയ്തു. അത് തെറ്റാണ്. അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അത് എവിടെയൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹൂ എവിടെ യൂസ് ചെയ്യും? റിലേറ്റ്സ് ടു പീപ്പിൾ, ജനങ്ങൾ, മനുഷ്യന്മാർ. ഇവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പീപ്പിൾ ആണെങ്കിൽ ഹൂ പറയും. സബ്ജക്ട് പീപ്പിൾ ആണെങ്കിൽ ദ മ്യൂസീഷ്യൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ. അപ്പൊ നമ്മൾ ഹൂ യൂസ് ചെയ്യും. ദിസ് സോങ് ഇസ് അമേരിക്കൻ. ഒരു അമേരിക്കക്കാരനായി പാട്ട് എഴുതിയത്. ഓക്കെ നെക്സ്റ്റ് വൺ വിച്ച് ആണ്. വിച്ച് നമ്മൾ എവിടെ യൂസ് ചെയ്യും? ആനിമൽസും ഒബ്ജക്റ്റും ഒക്കെ ആണെങ്കിൽ, തിങ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ വിച്ച് യൂസ് ചെയ്യും. ദിസ് ഇസ് എ കേക്ക്. ഇത് എന്തിനെ പറ്റിയാ പറയുന്നത്? കേക്കിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ വിച്ച് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ദാറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ദാറ്റ് ഇതാ പറയാൻ പോകുന്നത് റിലേറ്റഡ് ടു പീപ്പിൾ. ജനങ്ങളാണെങ്കിലും ആനിമൽസ് ആണെങ്കിലും തിങ്സ് ആണെങ്കിലും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ദാറ്റ് എന്ന് പറയുന്നത്. വിച്ചും ദാറ്റും ഏകദേശം സെയിം ആണ്. പക്ഷെ ദാറ്റ് ചിലപ്പോഴെങ്കിലും എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ജനങ്ങൾക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അവിടെ ഓപ്ഷനിൽ ഹൂ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ആ ദാറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ USS എക്സാമിൽ ഒരിക്കലും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് കറക്റ്റ് ആൻസേഴ്സ് അല്ല. കറക്റ്റ് ആൻസേഴ്സ് അല്ല, ബെസ്റ്റ് ആൻസേഴ്സ് ആണ്. അവിടെ നിങ്ങൾക്ക് ദാറ്റും ഹൂവും ചോദിച്ചിട്ട് ഒരു പേഴ്സൺ വന്ന് കഴിഞ്ഞാൽ ഇതും കറക്റ്റ് ആണ്. പക്ഷെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൂ ആണ്. സോ ചൂസ് ഹൂ. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. കാരണം ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിടിലനായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. റെഡി ആണല്ലോ? ദാ പിടിച്ചോ നമ്പർ. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ വരുന്ന ആ ഒരു ആനുവൽ എക്സാം സെറ്റ് ആക്കാനുള്ള കംപ്ലീറ്റ് പാക്കേജുമാണ്. നിങ്ങൾക്കുള്ള മോഡൽ എക്സാം ഉണ്ടായിരിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, പോൾ അറ്റാക്ക്, മോഡൽ എക്സാം, ഡെയിലി ലൈവ്, റെക്കോർഡ് ക്ലാസ്. എന്റെ മോനെ കിടിലൻ ഫീച്ചേഴ്സ് ആണ്. സോ എൻഡ് ഗെയിം 2.0 ജോയിൻ ചെയ്യുക. റിവിഷൻ ക്ലാസ് ആണ്, കംപ്ലീറ്റ് എക്സാം ഓറിയന്റഡ് ആയിരിക്കും. മോഡൽ എക്സാം വിത്ത് മോഡൽ എക്സാം. ഓക്കെ നമ്പർ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെറ്റ് ആക്കാം. നെക്സ്റ്റ് വൺ അടുത്തതാണ് വെൻ എന്ന് പറയുന്നത്. വെൻ എപ്പോഴാ യൂസ് ചെയ്യുക? അത് തന്നെ സമയത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ്, റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സമയം. ഓക്കെ, ഇറ്റ്സ് എ ടൈം, സമയമാണ്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെൻ യൂസ് ചെയ്യും. അവിടെ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോനൗൺ വെൻ എന്ന് പറയുന്നത്. ഓക്കെ, സൺഡേയിലാണ് ആ ഒരു പാർട്ടി ടേക്ക് ചെയ്യുക, നടക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ എവിടെ യൂസ് ചെയ്യുക? സ്ഥലത്തെ റിലേറ്റഡ് ആണ്. ദിസ് ഇസ് എ സ്കൂൾ ഒരു സ്ഥലമല്ലേ? അതൊരു സ്ഥലമാണ്. ആ സ്കൂൾ we learn everything. This is a school. ഇതൊരു സ്കൂളാണ്. അവിടെയാണ് നമ്മൾ എന്താക്കുന്നത്? എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. യെസ്. ഓക്കെ, സ്ഥലം റിലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വേറെ യൂസ് ചെയ്യുക. സമയം റിലേറ്റ് ചെയ്യുന്ന സമയത്ത് വെൻ യൂസ് ചെയ്യുക. ഇനി നമുക്ക് സ്ഥലത്തിന്റെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. ദിസ് ഈസ് ദ ഗ്രൗണ്ട്. ഇതൊരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലമാണല്ലോ. ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്ഥലമാണ്. അപ്പോ അവിടെ വേറെ യൂസ് ചെയ്തത് ഒരു പ്ലേസ് ആണ് അല്ലെ? ദിസ് ഇസ് ദ ഗ്രൗണ്ട് വേർ വി മെറ്റ്. നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം ഗ്രൗണ്ട് ആണ്. അതുപോലെ തന്നെ സമയത്തിന്റെ ഒരു എക്സാമ്പിൾ, ദാറ്റ് വാസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ്.
അതൊരു നല്ലൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു, ഒരു സന്ദർഭമായിരുന്നു. സന്ദർഭം എന്നുള്ളത് ഇറ്റ്സ് എ ടൈം, സമയമാണ്. അത് അവിടെ സമയമായതുകൊണ്ട് വെൻ യൂസ് ചെയ്തു. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നല്ല നോസ്റ്റാൾജിക് ഫീൽ ആയിരിക്കും. അന്നൊക്കെ കിടിലൻ സമയമാണ്. കുട്ടികളായിരുന്ന സമയത്ത് ഒന്നിനെ പറ്റും ടെൻഷൻ ഇല്ല, എക്സാം ഇല്ല, വൗ കളി മാത്രം. ഓക്കെ, അത് അടിപൊളിയായിരുന്നു. അപ്പൊ ആ സമയത്തെ പറ്റി പറയുന്ന സമയത്ത് വെൻ യൂസ് ചെയ്യും. സോ ഇനി ഇത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ബട്ടൺ ഞെക്കാൻ മറന്നു പോരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി, കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നിങ്ങളെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലൈക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻ ചോദിക്കും. 5ന്റെയും ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദിസ് ഈസ് എ ബുക്ക് ഡാഷ് ഐ വാസ് ടെലിംഗ് യു അബൌട്ട്. ഇതൊരു ബുക്കാണ്, ഞാൻ നിന്നോട് പറയാനിരുന്ന ബുക്ക്, അതിനെപ്പറ്റി ഞാൻ പറയാനിരിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു ബുക്ക്. അതുപോലെ തന്നെ അതിന്റെ ആൻസർ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ഏത് രൂപത്തിലാണെന്നുള്ളത് ലാസ്റ്റ് പറയട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ബോയ് ഡാഷ് വോൺ ദ റേസ് ഈസ് മൈ ഫ്രണ്ട്. റേസിൽ ഫസ്റ്റ് അടിച്ച ചെക്ക് ഉണ്ടല്ലോ, എന്റെ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനെ. അപ്പൊ ഇത് 1, പിന്നെ ഇത് 2, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മൂവി ഡാഷ് വി വാച്ച് ലാസ്റ്റ് നൈറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഇന്നലെ രാത്രി കണ്ട മൂവി കിടിലനായിരുന്നു എന്ന് പറയാം. അത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു ടെൽ മീ ദ പ്ലേസ് ദാറ്റ് ദേ ആർ മീറ്റിംഗ്. അവർ മീറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ പറ്റി എനിക്കൊന്ന് പറഞ്ഞുതരോ? അവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ തന്നു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ദ ബോയ് ഡാഷ് വോൺ ദ പ്രൈസ് ഈസ് വെരി സ്മാർട്ട്. പ്രൈസ് കിട്ടിയ ചെക്കൻ എന്താണ്, ഭയങ്കര സ്മാർട്ട് ആണെന്ന് പറയാൻ പറ്റും. ഈ 5 എണ്ണത്തിന്റെയും ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പേ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനൽ സൈലം, നിങ്ങൾക്ക് ക്ലാസ് 7ന്റെ ഒരു വാട്സ്ആപ്പ് ചാനൽ ഉണ്ട്. ഇതിൽ പോൾ ക്വസ്റ്റ്യൻ ആയിട്ടും ടീച്ചേഴ്സിന്റെ ഇന്ററാക്ഷൻ ആയിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഡാറ്റ സേഫ് ആയിരിക്കും. നിങ്ങളുടെ നമ്പേഴ്സ് വേറെ ആർക്കും കിട്ടില്ല. ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും കിട്ടും, ചിലപ്പോൾ നോട്ട്സ് കിട്ടും. അതുപോലെ തന്നെ ഫ്രീ നോട്ട്സ് ഇതിലായിട്ട് കിട്ടുക. ഫ്രീ നോട്ട്സിന് വേണ്ടി കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കമന്റ് ജോയിൻ ചെയ്യുക. ഇത് വാട്സ്ആപ്പ് ചാനലാണ്. ചാനൽ ഇത് സ്കാൻ ചെയ്താൽ മതി കേട്ടോ. ഫോൺ എടുത്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്കാനറിൽ കൊണ്ടുപോയി സെറ്റ് ആക്കിയാൽ മതി. നിങ്ങൾക്ക് കിട്ടും. ലിങ്ക് ഉണ്ട്, ഇതൊരു ലിങ്ക് ഉണ്ട്, കമന്റ് ബോക്സ് ലിങ്ക് ഉണ്ട്. സെറ്റ് ആക്കാൻ പുറക്കാം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 1, 2, 3, 4, 5. ഓക്കെ, ഇത് എ ആണെങ്കിൽ A, B, C, D, E ഇങ്ങനെ വേണം കമന്റ് ചെയ്യാൻ വേണ്ടി. ഇത് ഞാൻ സപ്പോസ് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ എന്താക്കാം കമന്റ് ബോക്സിൽ അറിയിക്കുക. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ദെൻ ബൈ. താങ്ക് യു. ലവ് യു ഓൾ.